നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു ഐഡിയ ഉണ്ട്. ആർട്ടിസ്റ്റ് അങ്കിള് പപ്പിയുടെ ചേച്ചിയമ്മയുടെ പടം വരച്ചല്ലേ? ആ പോലീസ് അങ്കിള് നമ്മളെ കാട്ടാത്തോണ്ടല്ലേ? അതെ. അപ്പൊ ആർട്ടിസ്റ്റ് അങ്കിളിന് ഇനിയും ചേച്ചിയമ്മയുടെ പടം വരയ്ക്കാവുന്നതേ ഉള്ളൂ. അത് നടക്കോ സത്യേ? മരുന്ന് കുടിച്ചതല്ലേ, പനി മാറിക്കോളും. കണ്ണടച്ച് കിടന്നു, ഒന്നും പേടിക്കണ്ട, അമ്മ അടുത്തുണ്ട്. നിന്നോടുള്ള ദേഷ്യം പ്രതിഷേധമൊന്നും അല്ല മോളെ അമ്മയെ കാണിക്കുന്ന, അതെന്നോട് തന്നെയാ. എന്റെ പൊന്നമ്മയോട് ക്ഷമിക്ക്, എന്റെ പൊന്നിനെ അതിന് പറ്റും. അമ്മേ, എന്താ? ഞാൻ സത്യയോടൊന്ന് സംസാരിച്ചോട്ടെ? ഇപ്പോഴോ? നീ ഇപ്പൊ സ്കൂളിലേക്കല്ലേ പോകുന്നേ, അവിടെ പോയ കാണാലോ. അതല്ലമ്മേ, സത്യ ഇന്നലെ അച്ഛമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു. സത്യ ഇന്ന് സ്കൂളിൽ വരുമോന്ന്. സത്യ വരുന്നില്ലെങ്കിൽ മോൾ എന്ത് ചെയ്യാനാ? ഞാൻ സത്യയോട് നിർബന്ധമായിട്ട് പറയാൻ വരാൻ. അങ്ങനെ പറഞ്ഞാ സത്യ വരുവോ? വരും. കുഴപ്പമൊന്നും ഉണ്ടാക്കി വെച്ചേക്കരുത്. ഇന്നലത്തെ പോലെ എന്നെയും കൂടി വഴക്ക് കേൾപ്പിക്കരുത്. ഇല്ലമ്മേ. ഹലോ ഹലോ, സത്യ, ഞാൻ പപ്പിയാ. മനസ്സിലായി. പറഞ്ഞോ പപ്പി. സത്യ ഇന്ന് സ്കൂളിൽ വരുന്നില്ലേ? ഉണ്ട്, വരുന്നുണ്ടെന്ന്. അമ്മ ഇപ്പൊ വരാവേ. ഹലോ. ഇന്നലെ രാത്രി എനിക്ക് പനിയായിരുന്നു പപ്പി. അയ്യോ, പനിയോ? മരുന്ന് കഴിച്ചപ്പോ പനി മാറി. സത്യ അച്ഛമ്മ ഇന്നലെ ഒരുപാട് വഴക്ക് പറഞ്ഞു. സോറി സത്യ. അതിന് നീ സോറി ഒന്നും പറയണ്ട. നിന്റെ ചേച്ചിയമ്മയ്ക്ക് വേണ്ടിയല്ലേ നീ വഴക്ക് കേട്ടത്? ഞാൻ നിനക്ക് വേണ്ടി. ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേടി. എന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ സത്യ. അതാ ഞാനും ആലോചിച്ചോണ്ടിരുന്നെ. എന്ത് ചെയ്യാനോ സത്യ? ഒരു ഐഡിയ ഉണ്ട്. ആർട്ടിസ്റ്റ് അങ്കിള് പപ്പിയുടെ ചേച്ചിയമ്മയുടെ പടം വരച്ചല്ലേ? ആ പോലീസ് അങ്കിള് നമ്മളെ കാട്ടാത്തോണ്ടല്ലേ? അതെ. അപ്പൊ ആർട്ടിസ്റ്റ് അങ്കിളിന് ഇനിയും ചേച്ചിയമ്മയുടെ പടം വരയ്ക്കാവുന്നതേ ഉള്ളൂ. അത് നടക്കോ സത്യ? ഇനി ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാ എല്ലാരും നമ്മളെ തല്ലി ശരിയാക്കും. അതിന് പോലീസ് സ്റ്റേഷനിൽ പോവണ്ട പപ്പി. പിന്നെ ആ ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീട്ടിൽ പോയാ അങ്കിള് വരച്ചു തരില്ലേ? അങ്കിളുടെ വീട്ടിൽ പോവാനോ? അതിന് അങ്കിളുടെ വീട് എവിടെയാ? ആർട്ടിസ്റ്റ് അങ്കിൾ ഇന്നലെ പറഞ്ഞത് കേട്ടില്ലേ? മീൻപാറയിലെ വീടെന്ന്. ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അതെ. അപ്പൊ അവിടെ പോകാന്നോ? പോവാൻ പപ്പി. പപ്പിയുടെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം. ലാളിച്ച് ലാളിച്ച് നെറുകും തല കയറ്റി വെച്ചു. ഒന്നേ ഉള്ളെങ്കിലേ ഓലയ്ക്ക് കഴിച്ച് വളർത്തണമെന്നാ പറയുന്നത്. അത് ചെയ്യാത്തതിന്റെ കുഴപ്പം ഇതൊക്കെ. സംഭവിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ കൊടുക്ക്. ഓ, എന്റെ ഭാഗത്ത് ആലോചിക്കയിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ദേ, നീ മിണ്ടരുത്. ആരെങ്കിലും അവളെ കണ്ടുപിടിച്ചു തന്നാ അത്രയും ലാഭം എന്ന് വിചാരിച്ചിരിക്കുമല്ലോ നീ. എനിക്കറിയാം, അച്ഛനും മകനും കൂടെ കൊച്ചിന്റെ മനസ്സിളക്കി വിട്ടു. അത് തന്നെ കാര്യം.
അല്ല, ഇവര് പറഞ്ഞെങ്കിൽ തന്നെ നീ അങ്ങനെ ഇറങ്ങി പോകാൻ കൊള്ളാവോ? എന്റെ ദേഹമൊക്കെ വിറച്ചു വരിക. സത്യമേ, കഴിഞ്ഞത് കഴിഞ്ഞു. വെറുതെ ഇനി അതാലോചിച്ച് BP കയറ്റാതെ. വെറുതെയോ? ഇനി നിന്നോട് ശ്യാമയോട് എനിക്ക് പറയാനുള്ളത്, എടാ, സ്വന്തം മകൾ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ അറിയോ അന്വേഷിക്കുക എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ രണ്ടാളും? സത്യമേ, ഞങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്? വിചാരിക്കണം. ഇനി ഇതിനപ്പുറവും പ്രതീക്ഷിക്കണം. ഇന്ന് ഇവള് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി നാളെ ഇവള് കോടതി കയറാനും മടിക്കില്ല. വേറൊന്നിനല്ലോ, ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാനല്ലേ. മിണ്ടരുത്. നീ ആരാ, CIDയോ? അവള് കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അതെങ്ങനെയാ? കണ്ട സിനിമയും കാർട്ടൂണും വീഡിയോ ഗെയിമും ഒക്കെ അല്ലേ സാധാ സമയവും. അതിനകത്തുനിന്ന് ഓരോ മണ്ടത്തരങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ടതെന്താ ചെയ്യേണ്ടാത്തതെന്താ ഒന്നും അറിയാതെയായി. മതിഭാമേ, എത്ര നേരമായത്? അതൊരു കുഞ്ഞല്ലേ? ഓ, ഞാൻ വിചാരിച്ചത് കുഞ്ഞാണെന്നാ. ഇന്നെനിക്ക് മനസ്സിലായി ഇതൊക്കെ വളർന്നു മുറ്റിയ മുന്തിയ ഇനമാണെന്ന്. അതെ, നീ കരഞ്ഞു കാണിച്ചാലൊന്നും എന്റെ മനസ്സലിയെന്ന് വിചാരിക്കണ്ട. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഇതുമാതിരി എന്തെങ്കിലും തോന്നിയാസം കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ അടിച്ച് ഞാൻ തൊടലും തോലി പൊട്ടിക്കും കേട്ടാ. പപ്പി, മോളെ, എടി അവിടെ നിക്ക്, ഇവിടെ നിക്കടി. സത്യമേ, മോള് ഒരുത്തരും പോണ്ട പുന്നാരമായിട്ട്. ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകട്ടെ, അതിനാ വഴക്ക് പറഞ്ഞത്. ഇതുവരെ ഞാൻ പറഞ്ഞതിനപ്പുറമായിട്ട് ഇവിടെ ആരും ചലിച്ചിട്ടില്ല. ചലിച്ചവരൊക്കെ എന്നേക്കുമായിട്ടും പടിക്ക് പുറത്തുമായിട്ടുണ്ട്. പുതിയ തലമുറയിൽ നിന്ന് ആർക്കും ഈ ഗതികേട് വരരുത്. അതിന് ഞാൻ പറഞ്ഞു നന്നാക്കാൻ നോക്കിയത്. ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കളയെന്ന മൂന്നിനും മടിയില്ലേ സത്യഭാമിക്ക്? പറഞ്ഞത് കേട്ടല്ലോ. ഇതിപ്പോ ഇത്തിരി പോന്ന കുഞ്ഞിനാണോ ഇവക്കാണോ ബോധം വീഴേണ്ടത്? ഡാ രോഹിത്തെ, വിഷമിക്കാവൊന്നുമില്ലടാ. ഭാമയ്ക്ക് അത്ര കാര്യമാ നമ്മുടെ പപ്പിമോളെ. അതാ അവൾ ശകാരത്തിൽ ഈ ദേഷ്യം ഒതുക്കിയതേ. പിന്നെ നിങ്ങൾ മക്കൾക്കറിയാത്തൊന്നും അല്ലല്ലോ അവളുടെ സ്വഭാവം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.